നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചോറ്റാനിക്കരയിൽ 20 വർഷമായി പൂട്ടിക്കിടന്ന വീടിനുള്ളിൽ നിന്ന് തലയോട്ടികളും അസ്ഥികളും കണ്ടെത്തിയ സംഭവത്തിൽ വീട്ടുടമസ്ഥനായ ഡോക്ടർ ഫിലിപ്പ് ജോണിന്റെ മൊഴിയെടുക്കും. ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു തലയോട്ടികളും അസ്ഥികളും. സാമൂഹിക വിരുദ്ധരുടെ ശല്യം ആരോപിച്ച് പഞ്ചായത്ത് അംഗവും നാട്ടുകാരും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത്. കണ്ടെടുത്ത തലയോട്ടിയും അസ്ഥികളും പഠനാവശ്യത്തിന് ഉപയോഗിച്ചതാണോ എന്ന് സംശയിക്കുന്നതായി പോലീസ് പറയുന്നു. എരുവേലി പാലസ് സ്ക്വയറിൽ 25 വർഷത്തിലേറെ ആൾതാമസമില്ലാത്ത വീട്ടിലെ റെഫ്രിജറേറ്ററിലാണ് മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത്. ചോറ്റാനിക്കര പഞ്ചായത്ത് 8-ാം വാർഡിലെ പാലസ് സ്ക്വയർ പൈനുങ്കൽപ്പാറ റോഡിന് സമീപത്തെ 14 ഏക്കറിലുള്ള വീട്ടിലെ റെഫ്രിജറേറ്ററിൽ 2 ചാക്കുകളിലായാണ് ഇവ സൂക്ഷിച്ചിരുന്നത്. ഈ വീട്ടിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് അംഗം ഇന്ദിര ധർമ്മരാജൻ പരാതി അറിയിച്ചതിനെ തുടർന്നാണ് ചോറ്റാനിക്കര പോലീസ് പരിശോധനയ്ക്കെത്തിയത്. തുറന്നുകിടന്ന വീട്ടിലെ പരിശോധനയ്ക്കിടെയാണ് ഉള്ളിലുണ്ടായിരുന്ന ഉപയോഗശൂന്യമായ റെഫ്രിജറേറ്ററിൽ തലയൊട്ടിയും വാരിയലുകളും അടക്കമുള്ള വലിയ അസ്ഥികൾ ഒരു ചാക്കിലും ചെറിയ അസ്ഥികൾ മറ്റൊരു ചാക്കിലുമായി കണ്ടെത്തിയത്. കൈവിരലുകളുടെ അസ്ഥികൾ പ്ലാസ്റ്റിക് കവറിൽ പ്രത്യേകം പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്നു. നട്ടലിന്റെ കശേരുക്കൾ നൂല് കോർത്ത് കെട്ടിവെച്ച നിലയിലാണ്. ലഭിച്ച അസ്ഥികൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. പുരുഷന്റേതോ സ്ത്രീയുടേതോ എന്ന് വ്യക്തമായിട്ടില്ല. കൊച്ചിയിൽ താമസിക്കുന്ന ഡോക്ടറുടേതാണ് ഈ വീട്. ഇദ്ദേഹത്തെ പോലീസ് വിളിച്ചു വരുത്തി വിശദാംശങ്ങൾ തേടി. അസ്ഥി എങ്ങനെ വീടിനുള്ളിലെത്തി എന്ന് അറിയില്ല എന്ന് ഉടമ പോലീസിനോട് പറഞ്ഞു. വീട്ടിൽ നിന്ന് താമസം മാറിയിട്ട് 25 വർഷമായി എന്നും 15 വർഷമായി ഇവിടേക്ക് വരാറില്ല എന്നും ഉടമ പറയുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അസ്ഥികളും തലയോട്ടിയും വിശദ പരിശോധനയ്ക്ക് അയക്കുമെന്നും അതിനുശേഷം മാത്രമേ കൂടുതൽ വ്യക്തത ലഭിക്കൂവെന്നും പോലീസ് പറഞ്ഞു. അസ്ഥികൂടം കണ്ടെത്തിയ വീടും പരിസരവും സാമൂഹിക വിരുദ്ധരുടെ താവളമെന്നാണ് പഞ്ചായത്ത് അംഗം പറയുന്നത്. 25 വർഷത്തോളമായി പൂട്ടിക്കിടക്കുന്ന വീട്ടിൽ 15 വർഷം മുൻപ് വരെ ഉടമയായ ഡോക്ടറും കുടുംബവും വല്ലപ്പോഴും താമസിക്കാൻ എത്തുമായിരുന്നു. വർഷങ്ങളായി ആരും നോക്കാതെ കിടക്കുന്നതിനാൽ 14 ഏക്കറിലുള്ള വീടും പരിസരവും നിലവിൽ കാടിന് സമാനമാണ്. ചുറ്റും വലിയ മരങ്ങളും കാടും നിറഞ്ഞതിനാൽ ശ്രദ്ധിക്കപ്പെടാറില്ല. ഇതാണ് വീട് സാമൂഹിക വിരുദ്ധരുടെ താവളമാകാൻ കാരണമായത്. പുതുവത്സര രാത്രിയിൽ ഇവിടെ വലിയ ബഹളം നടന്നെന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് പഞ്ചായത്ത് അംഗം ഇന്ദിര ധർമ്മരാജൻ സ്ഥലം നിരീക്ഷിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടത്. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ വീട്ടിലെ സ്വീകരണ മുറിയിൽ കിടന്ന ഉപയോഗശൂന്യമായ റെഫ്രിജറേറ്ററിൽ അസ്ഥികൂടം കണ്ടെത്തുകയായിരുന്നു. വീട് പൊളിച്ചു കളയാൻ തീരുമാനിച്ചിരിക്കുകയാണ് സംഭവമെന്ന് ഉടമ പറയുന്നു. ആൾതാമസമുണ്ടായിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്നെന്ന് കരുതുന്ന ഫ്രിഡ്ജ് തുറന്ന് പരിശോധിച്ചപ്പോഴായിരുന്നു ഒരു ബാഗിനുള്ളിൽ തലയോട്ടിയും അസ്ഥികൂടവും കണ്ടെത്തിയത്. നട്ടെല്ല് അടക്കമുള്ള അസ്ഥികൾ കോർത്തിട്ട രീതിയിലായിരുന്നു. തലയോട്ടിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാണ് കരുതുന്നത്. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിലെ ദുരൂഹത നീക്കാൻ ഫോറൻസിക് പരിശോധന നടത്തും. വീട്ടുടമസ്ഥന്റെ മൊഴിയെടുക്കും. അസ്ഥിയിൽ അടയാളപ്പെടുത്തലുകളുണ്ട് എന്നാണ് പോലീസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത്. അസ്ഥികൂട ഭാഗങ്ങളിലും തലയൊട്ടിയിലും മാർക്കുകൾ കണ്ടെത്തിയതിനാൽ പഠന ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്നതാണോ എന്ന സംശയം നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വിശദമായ പരിശോധന. തലയോട്ടിക്ക് എത്ര പഴക്കമുണ്ട് എന്നതുൾപ്പെടെ കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ചോറ്റാനിക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പുത്തൻകുരിശ് ഡിവൈഎസ്പി VD ഷാജൻ, ഇൻസ്പെക്ടർ KN മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.